ഹലോ എവരി വൺ, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടീൻ്റെ ചോറൂണാണ് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണിത്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റു, ഫ്രഷായി റെഡിയാകാൻ വിചാരിച്ചു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും വണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ റെഡി ആവണം. അപ്പം ഞാൻ ഫ്രഷായി റെഡിയാകാൻ വിചാരിച്ചു. ഇതാണ് ഞാൻ ഇടാൻ വെച്ച ഡ്രസ്സ്. പക്ഷേ ബ്ലൗസ് കുറച്ച് ടൈറ്റായി, അതുകൊണ്ട് ഞാൻ ബ്ലൗസ് വേറെ മാറ്റി ഈ ഒരു കോഫി ബ്രൗൺ ബ്ലൗസ് ഫിക്സ് ചെയ്തു. പിന്നെ വേഗം മേക്കപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തു. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മളായിട്ട് ലേറ്റ് ആകണ്ടെന്ന് വിചാരിച്ച് വേഗം എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ വണ്ടി കയറി. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വേറെ സിസ്റ്ററാണ് നയന. ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഗുരുവായൂരിലെത്തി. ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വോയിസ് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബാക്കിൽ വരുന്ന ഗ്രീൻ ബ്ലൗസാണ് അർച്ചന, അവളുടെ കുട്ടീൻ്റെയാണ് ചോറൂണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ക്യൂ നല്ലോണം ഉണ്ടായിരുന്നു. നല്ല തിക്കും തിരക്കൊന്നും പറയാനില്ല, പക്ഷേ എന്നാലും കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പുറത്തിറങ്ങി, ചോറൂണ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തെ വീഡിയോ ആണ്. അവിടേക്ക് ഉള്ളിലേക്കൊന്നും ഫോൺ അലൗഡ് അല്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തു. അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, കുളത്തിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മഴയായതുകൊണ്ട് പിന്നെ കുടയൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു പോകുന്ന വഴിയാട്ടോ ഇത്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഞങ്ങളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ബാക്കിലിങ്ങനെ പോവുകയാണ്. ഇതാണ് അർച്ചനൻ്റെ ബേബിയാണ് സിദാൻ. അപ്പം കുട്ടിയുടെയാണ് ചോറൂണുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകുന്തോറും തിരക്ക് കൂടി വന്നു. പിന്നെ ഒരാളെ കാണാണ്ടായപ്പോഴും കിട്ടാത്തത്രയും തിരക്ക് വരാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് നല്ല തിരക്കായി, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് തന്നെ നടക്കുകയായിരുന്നു. ഇതാണ് അവ ചോറ് കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കൂളായിരുന്നു. ഇങ്ങനെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടിരുന്നു കൊടുത്തു. പിന്നെ ആൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അറിയില്ല, ചിലപ്പോൾ ഇങ്ങനെ ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ടോ ആയിരിക്കും. ഞങ്ങളിങ്ങനെ വെറുതെ അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പം ടയേർഡ് ആവാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഉറക്കം വരുന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കാൻ വേണ്ടി കഷ്ടപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും, അങ്ങനെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം അവൻ ഉറങ്ങി. പിന്നെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും തിരക്ക്. ഈ ഒരു വഴിയിൽ തിരക്ക് അത്ര ഇല്ലായിരുന്നു, തിരക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഒരു കൃഷ്ണൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷേ ഫോട്ടോസൊന്നും വരെയൊക്കെ എടുക്കാൻ പറ്റില്ല. കുറേ ആൾക്കാർ ഓൾറെഡി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്തുനിന്ന്. പിന്നെ വാവ കുറച്ച് നല്ല ഉറക്കത്തിൽ തന്നെയാണ് ആൾ, പക്ഷെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം വണ്ടീൻ്റെ അടുത്തേക്ക് എത്തി, തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നയനയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികളുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏതാണ് ഞങ്ങളെ വണ്ടിയെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നയന ഇപ്പോൾ വീഡിയോ ഉണ്ടാകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗുരുവായൂർ വ്ളോഗ്.